ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഡ്രൈ റോസ്റ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിന്ന് ഇതൊട്ടും ഓയിലില്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതും അല്ല, എന്നാൽ തീരെ ചെറുതും അല്ലാത്ത രീതിയിലാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ടിത് തൈര് ചേർത്ത വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് കുതിർത്ത് വയ്ക്കണം. എന്നിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചെടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കറിവേപ്പില വേണം. പാകത്തിന് കറിവേപ്പില എടുക്കുക. ചെറിയ ഉള്ളി ഒരു 12 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പെടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി വേണം. എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് 1 കപ്പ് തേങ്ങാപ്പാൽ എടുക്കണം. എന്നിട്ട് ചെറുനാരങ്ങയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒഴികെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീര് കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ദേ ചിക്കൻ്റെ മസാലയൊക്കെ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ പീസസിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടിയതിനു ശേഷം നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടി മസാല നന്നായിട്ട് പിടിക്കും. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം.
ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു 2-3 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കും തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് ശരിക്ക് വറ്റിച്ചെടുക്കണം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വറ്റണം. എന്നാലേ നമുക്ക് ഈ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടുള്ളൂ. കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എടുക്കാം. പക്ഷേ എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ മസാലയുടെ ഒരു കുത്തലുണ്ടാവും. അതിനേക്കാൾ നല്ലത് എപ്പോഴും റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെന്നാണെങ്കിൽ അതിൽ ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്, സമയവും ലാഭിക്കാം. അതുപോലെ തന്നെ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും, കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഒട്ടും എണ്ണ ചേർക്കാത്ത ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ യമ്മി റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.